വി.ഡി. സതീശനോ കെ സുധാകരനോ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല. അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. ഞാനുമായിട്ടൊരു ചർച്ചയും നടന്നിട്ടില്ല, എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല. സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പും തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും ഒക്കെ വരാനിരിക്കുന്ന സാഹചര്യത്തിൽ കോൺഗ്രസിൽ ഒരു അടിമുടി മാറ്റം വേണമെന്ന തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തുന്നു. സംസ്ഥാന അധ്യക്ഷനായുള്ള കെ സുധാകരനെ മാറ്റണം എന്ന ആവശ്യം ഉന്നയിക്കപ്പെടുന്നു. കെ സുധാകരനെ മാറ്റണ്ട എന്ന ആവശ്യവുമായി ഒരു വിഭാഗം രംഗത്തെത്തുന്നു. എന്നാൽ കെ സുധാകരൻ മാറണം, തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഒരു പുതിയ നേതൃത്വം വരുമ്പോൾ സ്വാഭാവികമായും അത് ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനത്തിൻ്റെ കാരണമാകും. അങ്ങനെ ഉണ്ടാകുമ്പോൾ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നേറ്റം കോൺഗ്രസ് ഉണ്ടാക്കുവാൻ സാധിക്കും. കൂടാതെ 2026 നടക്കുവാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന് കുറച്ചുകൂടി ആവേശം വർദ്ധിക്കുകയും കേരളത്തിലെ 14 ജില്ലകളിലും മേൽക്കൈ ഉണ്ടാക്കുവാൻ കോൺഗ്രസിന് സാധിക്കുകയും ചെയ്യും. അങ്ങനെ വന്നപ്പോഴാണ് ചെറുപ്പക്കാരായ KPCC നേതാക്കന്മാർ വരട്ടെ എന്ന തീരുമാനത്തിലേക്ക് ഒരു വിഭാഗം എത്തിയത്. എന്നാൽ കോൺഗ്രസിന്റെ നേതൃനിരയിലേക്ക് KPCCയുടെ അധ്യക്ഷ സ്ഥാനത്തേക്ക് പ്രവൃത്തി പരിചയമുള്ള ഒരു നേതാവ് എത്തട്ടെ എന്ന ആവശ്യം മുൻപോട്ട് വെച്ചപ്പോഴാണ് കൊടിക്കുന്നിൽ സുരേഷിൻ്റെയും ബെന്നി ബെഹന്നാൻ്റെയും അടൂർ പ്രകാശിൻ്റെയും ഒക്കെ പേരുകൾ KPCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കാര്യമായ പരിഗണനയിലേക്ക് എത്തിയത്. എന്നാൽ നേതൃമാറ്റം എന്നത് മാധ്യമങ്ങൾ കെട്ടിച്ചമച്ചതാണെന്നും അങ്ങനെ ഒരു വാർത്ത താൻ കേട്ടിട്ടേ ഇല്ല എന്നുമാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറയുന്നത്. KPCC പ്രസിഡന്റ് കെ സുധാകരൻ്റെയും പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ്റെയും പോക്കറ്റിൽ നിന്ന് അഭിപ്രായം ഉയർത്തിക്കാണിക്കുമ്പോൾ അത് പാർട്ടി തീരുമാനമായി തീരുമാനിക്കുന്ന കേഡർ സംവിധാനം കോൺഗ്രസില്ല. കോൺഗ്രസ് ജനാധിപത്യ രീതിയിൽ മുൻപോട്ട് പോകുന്ന ഒരു പാർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ചർച്ചയിലൂടെ മാത്രമായിരിക്കും അത്തരത്തിലൊരു നേതൃമാറ്റം ഉണ്ടെങ്കിൽ തന്നെ ആ തീരുമാനം കോൺഗ്രസ് എടുക്കുകയുള്ളൂ. അല്ലാതെ നിലവിലിപ്പോൾ ഒരു നേതൃമാറ്റം നടന്നതായി താൻ അറിഞ്ഞിട്ടില്ല എന്നാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാം. അത് അങ്ങനത്തെ ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞു. ഞാനുമായിട്ടൊരു ചർച്ചയും നടന്നിട്ടില്ല, എനിക്കറിയാവുന്ന ഒരു ചർച്ചയും പാർട്ടിയിൽ നടന്നിട്ടില്ല. ഇതെല്ലാ മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകളാണ്. അപ്പം അതിൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ലീഡർഷിപ്പിൽ ഇരിക്കുന്ന ഒരാളാണല്ലോ ഞാൻ അറിഞ്ഞിട്ടില്ല. നിങ്ങളുടെ ഈ വാർത്തകളൊന്നും, നിങ്ങൾ ഈ പറയുന്ന വാർത്തകളൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല. അത്തരം ഒരു ചർച്ചകൾ നടക്കുന്നതായിട്ട് എനിക്ക് ഒരു വിവരമില്ല. എനിക്കൊരു വിവരമില്ല. ഞാൻ അഥവാ എൻ്റെ അഭിപ്രായം, എനിക്ക് സംഘടനാപരമായ കാര്യങ്ങളിൽ കൃത്യമായ അഭിപ്രായമുള്ള ആളാണ്. അത് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്നോട് ചോദിച്ചാൽ ഞാൻ അപ്പോൾ പറയും, നിങ്ങളോട് ഞാൻ പറയില്ലല്ലോ. സംഘടനാപരമായ ഒരു കാര്യങ്ങളും എൻ്റെ നാവിൽ നിന്ന് വരില്ല. സംഘടനാപരമായ കാര്യങ്ങൾ സംഘടനാപരമായിട്ടുള്ള അതിൻ്റേതായ വേദികളുണ്ട്, എല്ലാവർക്കും ഉണ്ട്, എനിക്കുമുണ്ട്. ഞാൻ അവിടെ പറയും. അത് സംഘടനാപരമായി ഞങ്ങളിത് നന്നായി തിരിച്ചുവരവിന് വേണ്ടിയിട്ടുള്ള വലിയ തയ്യാറെടുപ്പുകളൊക്കെയാണ്. ഒരു വലിയ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് കോൺഗ്രസും UDFും ശക്തിയാർജിച്ച് ഒറ്റക്കെട്ടായി ഒരു അഭിപ്രായ വ്യത്യാസമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ ഒരു 10-20 വർഷക്കാലത്തിനിടയിൽ ഏറ്റവും നല്ല സമയമാണ് ഇല്ലേ. ഉജ്ജ്വലമായ ഒരു തെരഞ്ഞെടുപ്പ് വിജയം വയനാട്ടിലുണ്ടായി. 4,10,000 വോട്ടിന് പ്രിയങ്ക ഗാന്ധി ജയിച്ചു. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് വിജയിച്ചു. നിങ്ങൾക്കറിയാമല്ലോ പാലക്കാട് എന്തെല്ലാമായിരുന്നു പ്രശ്നങ്ങൾ, എന്തെല്ലാം ബഹളമായിരുന്നു. ഷാഫി പറമ്പിൽ ജയിച്ചതിൻ്റെ 5 ഇരട്ടി വോട്ടിനാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ജയിച്ചത്. 39,600 വോട്ടിന് കെ രാധാകൃഷ്ണൻ ജയിച്ച സീറ്റിലാണ് അവരുടെ വിജയം 12,000-ലേക്ക് ഞങ്ങൾ ഒതുക്കിയത്. അതാണ് കോൺഗ്രസും എല്ലാം ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് ഒരു ടീം അത് നിൽക്കുന്നത് ഒരു സംശയമില്ല. എന്ത് വിമർശനമാണ് ഒരു കാര്യം അങ്ങനെ എല്ലാവരും പറയുന്നതിന് മറുപടി പറയാൻ പറ്റും. ഞങ്ങൾക്ക് സംഘടനാപരമായിട്ടുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ല, അങ്ങനെ ഒരു ചർച്ചയും നടക്കുന്നില്ല. എനിക്കറിയില്ല ചർച്ച നടക്കുന്നില്ല. ഞാൻ അത് നിങ്ങളോട് പറയില്ലല്ലോ. ഞാൻ എൻ്റെ അഭിപ്രായം ഞാൻ എങ്ങനെ ഇവിടെ വന്നിട്ട് മാറണമെന്നും മാറണ്ടെന്നും അതങ്ങനെ രാവിലെ എഴുന്നേറ്റ് മാധ്യമപ്രവർത്തകരാണോ ഇപ്പോൾ ഒരു പാർട്ടിയിലുള്ള ആളുകൾ നമ്മളെ പോലത്തെ ഒരാൾ അഭിപ്രായം പറയേണ്ടത്? അത് പറയേണ്ട സ്ഥലത്ത് പറയേണ്ട ഇതിൽ ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ജനാധിപത്യ പാർട്ടിയാണ്. ഇപ്പോൾ വി.ഡി. സതീശനോ കെ സുധാകരനോ പോക്കറ്റിൽ നിന്ന് ഒരു കടലാസ് എടുത്തിട്ട് ഇതാണ് തീരുമാനം എന്ന് പറഞ്ഞാൽ കൈയടിച്ച് അംഗീകരിക്കുന്നവരല്ല കോൺഗ്രസ്. ഞങ്ങൾ ചർച്ച ചെയ്യും. ഞങ്ങളുടെ ചെറുപ്പക്കാർ വരെ ചോദിക്കും അതെന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാര്യമെന്ന് ചോദിക്കും. ഇത് CPM പോലത്തെ ഒരു പാർട്ടി അല്ല കോൺഗ്രസ്. കോൺഗ്രസിലുള്ള ജനാധിപത്യപരമായ ചർച്ചകൾ നന്നായി നടക്കും. എല്ലാവർക്കും അതിനുള്ള അവസരങ്ങൾ പാർട്ടിയിലുണ്ടാവും. പാർട്ടി കമ്മിറ്റികൾ കൃത്യമായിട്ട് യോഗം ചേരും, UDF കൃത്യമായിട്ട് യോഗം ചേരും. അവിടെ എല്ലാവരുടെയും അഭിപ്രായം പറയും.